ഇന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഞാൻ അതും അടുപ്പിൽ വെക്കാതെ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി, അതും 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്വീറ്റ്സാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. 5 തരം സ്വീറ്റ്സ് ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്വീറ്റ് ഞാൻ കോക്കനട്ട് ഫ്ലേവറിലുള്ള ഒരു സ്വീറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുള്ളത് കേട്ടോ. തേങ്ങാപ്പാൽപ്പൊടി, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. അതിലേക്ക് 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കളഞ്ഞ ശേഷം 1/4 കപ്പ് നമ്മുടെ സാധാരണ പാൽപ്പൊടിയില്ലേ അത് ചേർത്തിട്ട് ഒന്ന് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിഠായി മീറ്റാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് കുറവാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആകെ ഈ ഒരു 3 ചേരുവ മാത്രമേ ഈ സ്വീറ്റിന് ആവശ്യമുള്ളൂ. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യമേ കുറേ മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങനെ കുറച്ച് കട്ടിയിൽ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഇനി ഇതിനെ 2 ഭാഗമാക്കി മാറ്റാം. ഒരു സൈഡിൽ ഞാൻ കളറ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്കൈ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എഡിബിൾ കളറാണ് ഇത്. കയ്യിലൊക്കെ ആയാലും കഴുകിയ ഉടനെ തന്നെ വൃത്തിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വയറ്റിൽ പോയാലും കുഴപ്പമില്ല. അത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളറിലുള്ള ഭാഗം ഒന്ന് റോൾ ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഉരുട്ടി നീളത്തിലെടുത്താൽ മതി. ഇനി ഇതിനെ ട്രയാങ്കിൾ ഷേപ്പിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മോൾ ഭാഗം ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. 2 കൈ വെച്ചിട്ട് അമർത്തി ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക, ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോ ഒന്ന് പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞെടുത്തിട്ട് 3 ഭാഗം ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും, നമുക്ക് ആ ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. കൈ വെച്ചൊക്കെ ഒന്നിങ്ങനെ സ്മൂത്താക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അതിന് പുറത്ത് വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ കളറ് കൊടുത്ത ഭാഗം ഒന്ന് പരത്തിയെടുക്കുക. ഈ മിൽക്ക് മെയ്ഡ് ഇട്ട് കുഴച്ചുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് അത് ആ വൈറ്റ് റോളെടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇത് കവർ ചെയ്യുക. ആ ഒരു നീല ഭാഗം ഈ വെള്ള ഉള്ളിലാക്കിയിട്ട് കവർ ചെയ്യുക. ഈസിയാണ് ചെയ്യാൻ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നിട്ട് അതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ട്രയാങ്കിളായിട്ട് ആക്കി വെച്ചില്ലേ, ആ ഭാഗമൊക്കെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ നമുക്കൊരു ബട്ടർ പേപ്പറിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 3 സൈഡും ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. എളുപ്പമാണ് കേട്ടോ, കാണുന്ന പോലെയൊന്നുമല്ല. 10 മിനിറ്റ് പോലും വേണ്ട അത് ചെയ്യാൻ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ സിൽവർ വാർക്ക് വെക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് സിൽവർ വാക്ക്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്വീറ്റിൻ്റെ മേലെ കാണൂലേ ഒരു സിൽവർ കളർ, അതാണ് ഈ സാധനം കേട്ടോ. അത് നമ്മൾ കൈ കൊണ്ട് എടുത്ത് വെക്കരുത്. ഇത് ആ ഒരു പേപ്പറിലിരിക്കും ഇത് വരിക. അപ്പോൾ ആ പേപ്പർ കൊടുക്കാൻ ഇങ്ങനെ കമഴ്ത്തി കൊടുക്കുക വേണ്ടത് കേട്ടോ. ഇത് പേപ്പറിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കയ്യിലെടുത്തതാണ്. കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി നിങ്ങൾ വെക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ പേപ്പർ കൊണ്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു ഷീറ്റേ വെച്ചിട്ടുള്ളൂ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ ഫുള്ളായിട്ടൊരു സിൽവർ കളറേ ഇരിക്കും മുകളിൽ. അപ്പോൾ ഞാനിതിങ്ങനെ അവിടെ ആ ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്തേ അത് തേച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ആ സൈഡത്തെ ഫസ്റ്റത്തെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്യുക. എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ, ട്രയാങ്കിൾ ഷേപ്പിൽ ഉള്ളിൽ വൈറ്റും പുറത്ത് ആ ബ്ലൂവും കൂടെ ആ സിൽവർ കോട്ടിങ്ങും ഒക്കെ വന്നപ്പോൾ കാണാൻ നല്ല രസമില്ലേ. ഇപ്പോൾ കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതെന്തായാലും നല്ല ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കണതിൽ ആദ്യത്തെ സ്വീറ്റ് ഇവിടെ റെഡിയായി, 1ാമത്തെ സ്വീറ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് 2ാമത്തെ സ്വീറ്റ് ഉണ്ടാക്കാം. ആ 2ാമത്തെ സ്വീറ്റിൻ്റെ കൂട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാൻ 3 തരം സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പ്, വലിയ അണ്ടിപ്പരിപ്പാണെങ്കിൽ 12 എണ്ണമൊക്കെ ഇട്ടാൽ മതിയാവും. ഒരു 6 ഏലക്കയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ച ശേഷം ഒന്ന് അരിക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ട് നമ്മൾ ആ അരിച്ച ഏറ്റവും അവസാനം വരില്ല ഒരു തരി, അത് വീണ്ടും നമുക്ക് മിക്സിയിലിട്ടിട്ട് അതിൻ്റെ കൂടെ 1 കപ്പ് പൊട്ടിക്കടല ചേർക്കണം. പൊട്ടിക്കടല ചേർത്തിട്ട് പിന്നെ ഒന്നുകൂടെ അടിച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ചിട്ട് അതും കൂടെ ഒന്ന് നമുക്ക് അരിക്കുക. പിന്നെ ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. 1 കപ്പ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് ഇവിടെ. ഞാൻ ഇത് വെച്ചിട്ട് 3 തരം സ്വീറ്റ്സ് ഉണ്ടാക്കണതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെയൊക്കെ പകുതി കണക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഈ 3 പൊടികളും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക.
എന്നിട്ട് അതിലേക്ക് ഒരു 3 ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചാൽ മതി, 3 സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇനി ഇത് കുഴച്ചെടുക്കണം. കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലാണ് ഒഴിക്കേണ്ടത്. ഇത് കുറേ ഒഴിക്കരുത്, ഒരു 5 സ്പൂൺ പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ലൂസായി പോവും. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ച് നോക്കുക, എന്നിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇത്തിരി അധികം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള ഒരു മാവായിരിക്കണം ഇത് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കുറച്ച് കട്ടിയുള്ള മാവാകുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനത് കുഴച്ചെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് പകുതി ഭാഗം എടുത്തിട്ട് ഒന്നിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ പരത്തിയിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത ശേഷം ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കാജു കട്ട്ലിയൊക്കെ വാങ്ങിക്കാറില്ലേ, ഏകദേശം ആ ഒരു ടേസ്റ്റും ആ ഒരു ലുക്കൊക്കെ ഉണ്ടാവും. വളരെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാജു കട്ട്ലി ഉണ്ടാക്കുന്നത്. അതും പൊട്ടിക്കടല വെച്ചിട്ട്. പൊട്ടിക്കടലേൻ്റെ ഒന്നും ഒരു ടേസ്റ്റൊന്നും അതിൽ വരില്ല കേട്ടോ. പൊട്ടിക്കടല അതിൽ ചേർത്തിട്ടുണ്ടെന്നേ മനസ്സിലാവില്ല. അപ്പോൾ സിൽവർ വാർക്കും അതിൻ്റെ മുകളിലിട്ടിട്ട് അത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്വീറ്റും അവിടെ റെഡിയായി. ഇനി മൂന്നാമത്തെ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഞാനൊരു പീസ് എടുത്തിട്ട് 2 ഭാഗമാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാജു പിസ്ത റോള് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറില്ലേ, അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പീസിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. പിസ്ത എസൻസ് കൊടുത്താൽ ആ പിസ്ത ടേസ്റ്റ് വരും. എന്നിട്ട് അത് റോൾ ചെയ്തിട്ട് നമ്മൾ ആദ്യം പരത്തേൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സിൽവർ വാർക്ക് ഇടുക. തേച്ച ശേഷം ആ കടയിലൊക്കെ കിട്ടില്ലേ നമ്മളെ നീളത്തിൽ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എത്ര പെട്ടെന്ന് ആയി നോക്കിയ ഒരു സ്വീറ്റ്. അപ്പോൾ മൂന്നാമത്തെ സ്വീറ്റും നമ്മുടെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നാലാമത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മാവിനെ 2ആയി ഭാഗിച്ചു. ഒന്നിൽ ഞാൻ പേർപ്പിൾ കളറാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. കയ്യിലൊന്നും ആവുമൊന്നുമില്ല, നമ്മൾ കഴുകി കഴിഞ്ഞാൽ കൈയൊക്കെ നല്ല വൃത്തിയാവും. സോപ്പിടാതെ തന്നെ വെറുതെ കഴുകിയാൽ വൃത്തിയാവും കേട്ടോ. പിന്നെ ആ പീസ് നമുക്ക് വൈറ്റ് കളർ പീസ് നമുക്ക് റോൾ ചെയ്യുക. എന്നിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടി മാറ്റി വെക്കാം. അതേപോലെ ആ പേർപ്പിൾ കളറും നമുക്ക് അങ്ങനെ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഉരുട്ടി മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് ഇതിനെ റൗണ്ടിലൊന്ന് വെച്ച് കൊടുക്കാം. ഒരു വൈറ്റും ഒരു പേർപ്പിൾ അങ്ങനെ ഒരു 6 പീസ് റൗണ്ടിൽ വെച്ച് കൊടുക്കുക. ഇനി അതിനെ ഒന്ന് ചേർത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുക. പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി കേട്ടോ. റൗണ്ട് ഷേപ്പിലൊന്നാക്കിയെടുക്കുക. അതിൻ്റെ അകത്തൊരു ഫില്ലിംഗ് വെക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതിനു മുമ്പേ വീഡിയോയിൽ ഇട്ടിരുന്നില്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, അതാണ് കുറച്ചെടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈത്തപ്പഴവും ബദാമൊക്കെ അടിച്ചെടുത്തിട്ട് അത് വെച്ചാലും മതി. ഇഷ്ടമുള്ള ഫില്ലിംഗ് വെക്കാം. എന്നിട്ട് ഇങ്ങനെ പെറ്റൽ പോലെ കട്ട് ചെയ്തിട്ട് ഒന്നിന് മീതെ ഒന്നായിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്കൊക്കെ വരും. അപ്പോൾ ഞാൻ ചേർത്തതിൽ പാൽ 1 ടീസ്പൂൺ അധികമായത് കൊണ്ടാണ് കുറച്ച് സ്റ്റിക്കി ആയത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവും. അതിൻ്റെ മുകളിൽ നമുക്ക് ആ സിൽവർ വാക്ക് ലേശം ഇടാം, നിർബന്ധമില്ല. വേറെ എന്തെങ്കിലും ഷുഗർ ബോൾസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്വീറ്റും ഇവിടെ റെഡിയായി. ഇനി അഞ്ചാമത്തെ ഉണ്ടാക്കാം. ഏറ്റവും എളുപ്പവും ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. പനീർ ചെറിയ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു 1/2 കപ്പ് പനീർ മതിയാവും. പിന്നെ വേണ്ടത് പഞ്ചസാര 1/4 കപ്പ് പാൽപ്പൊടിയും. അപ്പോൾ ഈ പഞ്ചസാരയും പാൽപ്പൊടിയും കൂടെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായി പൊടിച്ചെടുത്ത ശേഷം അതൊരു ബൗളിലേക്ക് ഇടാം. അതിലേക്ക് നമ്മൾ ഈ പനീർ ഗ്രേറ്റ് ചെയ്തത് ഇടാം. പിന്നെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി, കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സ്വീറ്റ് റെഡിയായി. അതൊന്ന് ചെറുതായിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് പിന്നെ ഞാൻ പേപ്പറിൻ്റെ കപ്പ് കേക്കിൻ്റെ ഇതുണ്ടാവില്ല, പേപ്പർ കപ്പ്, അതിലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അഞ്ചാമത്തെ സ്വീറ്റും എത്ര പെട്ടെന്ന് തന്നെ റെഡിയായി. അതിൻ്റെ മുകളിൽ നമുക്ക് പിസ്ത ബദാമോ എന്താ നിങ്ങളുടെ അടുത്തുള്ള നട്ട്സ് ഇടാം, അതല്ലെങ്കിൽ കുങ്കുമപ്പൂവിൻ്റെ സ്ട്രാൻഡ്സ് വേണമെങ്കിൽ അത് വെക്കാം. ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ അടുപ്പിലൊന്നും വെക്കാതെ വളരെ കുറഞ്ഞ ചേരുവയിൽ തന്നെ ഇത്രയും സ്വീറ്റ്സ് റെഡിയായി. നമുക്കതൊരു ട്രേയിൽ സെറ്റ് ചെയ്ത് വെക്കാം. ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് വൃത്തി പോലെ ഉണ്ടാക്കാം. സമാധാനത്തിൽ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഈ റെസിപ്പി ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.